ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നമ്മുടെ ഉത്സവ കാഴ്ചകളാണ്. നമ്മുടെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു എന്ന് ഞാൻ കുറച്ച് ലൈവിലായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടവർക്കറിയാം. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് എൻ്റെ നാട് ആലപ്പുഴ ജില്ലയിൽ തൃക്കുന്നപ്പുഴയാണ്. അപ്പോൾ നമ്മുടെ തൃക്കുന്നപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ നമ്മുടെ കുറച്ച് ഉത്സവ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടാലോ? ഇത് 5ാം ഉത്സവത്തിന് എടുത്തായിരുന്നു. നമ്മൾ രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 7ആണോ 8ആണോ എന്ന് ഓർമ്മയില്ല. ഏകദേശം ആ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് ദിവസങ്ങളായിട്ട് പറയിടാനായിട്ട് ഇങ്ങനെ എഴുതിച്ച് വെക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പറ്റുന്നില്ല. ആദ്യത്തെ ദിവസം നമ്മൾ വേറൊരു അമ്പലത്തിൽ പോയി താമസിച്ച് വന്നു. 2ാമത്തെ ദിവസം വേറെ എന്തോ കാര്യങ്ങളായിട്ട് നമുക്ക് പറയിടാൻ പറ്റില്ല. 3ാമത്തെ ദിവസം ഞങ്ങൾ എന്തായാലും പറയിട്ടേ പറ്റുമെന്ന് കരുതിയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചേട്ടന് വർക്കും കൂടെ ഉള്ള ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ പറയിടാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമുക്ക് പിന്നെ ക്യൂ ഒന്നും നിന്ന് എഴുതിക്കണ്ടല്ലോ. ഓൾറെഡി നമ്മൾ പറക്കി എഴുതിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അധികം തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മൾ വന്നപ്പോൾ ഓൾറെഡി എഴുന്നള്ളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പറയൊക്കെ ഇട്ട് തൊഴുതു. അച്ഛൻ്റെയും പറയുണ്ടായിരുന്നു, ചേട്ടൻ്റെ ഉണ്ടായിരുന്നു. അത് രണ്ടും നമ്മൾ ഇട്ടു. നമുക്ക് വലിയ സമാധാനത്തിൽ പറയിടാൻ പറ്റി. അധികം ആരും ഇല്ലായിരുന്നു അമ്പലത്തിൽ. വൈകിട്ടായിരിക്കും കൂടുതൽ തിരക്ക്. അങ്ങനെ നമ്മൾ പറയൊക്കെ ഇട്ടിട്ട് ബാക്കി എല്ലായിടത്തും പോയി തൊഴുതു. രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം ആളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നല്ല സമാധാനമായിട്ട് എല്ലായിടത്തും പോകാൻ പറ്റി. നമ്മുടെ ഈ അമ്പലം ഭയങ്കര പ്രശസ്തമാണ് കർക്കിടക വാവ് ബലിക്ക്. അതുപോലെ തന്നെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ് നമ്മുടെ തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. എപ്പോഴും നമ്മുടെ സ്വന്തം നാട്ടിലെ അമ്പലം നമുക്കൊരു സ്പെഷ്യലായിരിക്കും അല്ലേ? ഞാൻ പണ്ടൊക്കെ ആകെപ്പാട് ഉത്സവത്തിനും സപ്താഹത്തിനും ഒക്കെ പോകുന്ന ഒരു ക്ഷേത്രം നമ്മുടെ ഈ അമ്പലമാണ്. വേറൊരു അമ്പലത്തിലും നമ്മൾ പോവാറുമില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറുമില്ല. നമ്മൾ ആകെപ്പാടെ പോകുന്നത് ഇവിടെയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷത്തെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രത്യേക അധികാരമുണ്ട്. കാരണം അയ്യപ്പൻ്റെ സേവകരായിട്ടുള്ള അവകാശം കിട്ടിയിരിക്കുന്നത് എൻ്റെ കുടുംബത്തിലാണ്. അപ്പം അയ്യപ്പന് മുമ്പിൽ വാളും പരിചയമൊക്കെ എടുത്ത് പോകുന്നത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളായിരിക്കും. ഇപ്പം ലാസ്റ്റ് 2 വർഷമായിട്ട് അച്ഛൻ രാവിലെ വാളെടുക്കാറുണ്ട്, വൈകിട്ട് വേറൊരാളാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഈ അമ്പലമായിട്ട് നമ്മുടെ കുടുംബത്തിന്. ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഈ പറക്ക് എഴുന്നള്ളിപ്പ് വീടുകളിലോട്ടൊന്നും പോകുന്നില്ല, അമ്പലത്തിൽ തന്നെയാണ് പറയിടുന്നത്. പക്ഷെ പണ്ടൊക്കെ പറക്ക് എഴുന്നള്ളിപ്പ് ഇങ്ങനെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉച്ചക്കലത്തെ ആഹാരം കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഉത്സവം എന്ന് അറിയുമ്പോൾ തന്നെ നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കും. നമുക്കൊരു പ്രത്യേക വൈബായിരുന്നു ആ ഉത്സവ നാളുകൾ. അങ്ങനെ ഞങ്ങൾ അന്ന് പറയൊക്കെ തൊഴുതിട്ട് വീട്ടിൽ പോയി. ഇത് 9ാം ഉത്സവത്തിന് നമ്മൾ വീണ്ടും വന്നു. കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് 9ാം ഉത്സവം. 9ാം ഉത്സവത്തിനന്ന് നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരൊക്കെ നടത്തുന്ന ഉത്സവമാണത്. അന്ന് ഒരുപാട് ദീപക്കാഴ്ചകളും ഇതുപോലെ അലങ്കാരങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പഴുക്ക മണ്ഡപത്തിലായിരിക്കും ദീപാരാധനയൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമായിരിക്കും. അന്നത്തെ അമ്പലപ്പുഴ വിജയകുമാറിൻ്റെ സൗബാന സംഗീതം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് താമസിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വെളിയിൽ പോയി ദീപക്കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. ചേട്ടന് വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി. പിന്നെ നമ്മൾ വെളിയിലോട്ടും ഇറങ്ങിയില്ല. അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കുള്ള ഒരു ദിവസമായിരിക്കും മിക്കവാറും വർഷങ്ങളിൽ 9ാം ഉത്സവം. പിന്നെ അവർ തന്നെ 5 ആനയോ 4 ആനയോ അങ്ങനെ എത്രയോ ആനകളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പരിപാടി രാവിലെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വൈകിട്ടാണല്ലോ എത്തിയത്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ ഈ ടൈമിൽ ജസ്റ്റ് ഒന്ന് ലൈവിലൊക്കെ പോകാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ കാരണത്താൽ എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ലൈവ് കട്ടായി പോയിരുന്നു. അമ്മയൊന്നും നാട്ടിലില്ലല്ലോ. അപ്പോൾ ലൈവായിട്ട് സോപാന സംഗീതമൊക്കെ കാണട്ടെ എന്ന് കരുതി ലൈവിൽ പോകാൻ നോക്കിയതാണ്. പക്ഷെ പറ്റിയില്ല. സോപാന സംഗീതമൊക്കെ ഇഷ്ടമുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വോയിസ് ഇടാവേ. അപ്പം ആ സോപാന സംഗീതമൊക്കെ കേട്ടിട്ട് വായോ. ബാക്കി വിശേഷങ്ങൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാവേ. സോപാന സംഗീതം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന്
പെട്ടെന്ന് ഓർമ്മ വരുന്നത് അമ്പലപ്പുഴ വിജയകുമാറിനെയാണ്. ഞാനിപ്പോൾ ഒരു അമ്പലപ്പുഴക്കാരി കൂടിയാണല്ലോ. അങ്ങനെ കുറേ നേരം സോപാന സംഗീതമൊക്കെ കേട്ട് നിന്നു. എനിക്ക് പൊതുവേ സോപാന സംഗീതം ഇഷ്ടമാണ്. അതിനുശേഷം ദീപാരാധന ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെടിക്കെട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഒരുപാട് വെടിക്കെട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഇപ്പോൾ കോടതി എന്തോ വിധി പ്രകാരം വെടിക്കെട്ടൊക്കെ കുറച്ചല്ലോ. പണ്ട് നമ്മുടെ ഒരു ഗ്രൗണ്ടുണ്ട്, PS ഗ്രൗണ്ട്, എൻ്റെ കൂട്ടുകാരിയുടെ അച്ഛൻ്റെ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ നിറയെ ഇങ്ങനെ പടക്കമൊക്കെ വെച്ചിട്ട് ഭയങ്കര വെടിക്കെട്ടൊക്കെ ആയിരിക്കും. പക്ഷേ കുറേ നാളായിട്ട് ഇപ്പോൾ വെടിക്കെട്ടൊക്കെ കുറവാണ്. എന്നോട് എൻ്റെ ചേട്ടൻ പറഞ്ഞായിരുന്നു, നേരത്തെ വരുവാണെങ്കിൽ നിനക്ക് ലൈവിലൊക്കെ പോവാം, കാരണം തിരക്കായതുകൊണ്ട് ഇതിൻ്റെ വിഷ്വൽസൊക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല. വെളിയിലത്തെ ദീപക്കാഴ്ചകളും കണ്ടില്ല, കാരണം ഞങ്ങൾ കയറിയത് പടിഞ്ഞാറ് വശത്തൂടെ ആയിരുന്നു. അതുകൊണ്ട് അപ്പുറത്തെ ഫ്രണ്ടിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ കണ്ടില്ല. പിന്നെ വീഡിയോസിലൂടെയാണ് കണ്ടത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വെളിയിലിറങ്ങിയപ്പോൾ ഓൾറെഡി അവർ വിളക്കും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ സ്റ്റേജ് ഇതിൻ്റെ അടുത്തായിട്ടായിരിക്കും. അപ്പോൾ സ്റ്റേജിൽ പ്രോഗ്രാം ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി അവർ വിളക്കും കാര്യങ്ങളൊക്കെ മാറ്റി. അതുകൊണ്ട് ഞങ്ങളൊന്നും കണ്ടില്ല ഈ വട്ടം. പക്ഷെ ദീപാരാധനയും സോപാന സംഗീതമൊക്കെ അടുത്ത് ഇന്ന് കാണാൻ പറ്റി. അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ ഈ ഉത്സവങ്ങൾക്കൊക്കെ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമുക്കറിയാവുന്ന ആൾക്കാരെ കാണുന്നത്. പണ്ട് ഞാൻ പഠിപ്പിച്ച പിള്ളേരൊക്കെ ഇപ്പോൾ വലുതായി. അവർ കണ്ടിട്ട് കുറേ പേര് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അത്രയ്ക്ക് വലിയ പിള്ളേരായിപ്പോയി. പിന്നെ നമ്മുടെ കൂടെ +2നും 10ലും പഠിച്ച ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റി. കുറേ പേരൊക്കെ തടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായി. എന്നാലും കുഴപ്പമില്ലെന്നേ. അതൊക്കെ സർവ്വസാധാരണമാണല്ലോ. കാരണം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കുമല്ലോ ഇവരൊക്കെ കാണുന്നത്. അപ്പം നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ചിലർ നേരിട്ടങ്ങ് പറയും, ചിലർ പറയാതെ ഇരിക്കും. അങ്ങനെ ഞാൻ തടിച്ചു എന്ന് കുറേ പേര് എന്നോട് പറയാറുണ്ട്. അതെന്നെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ ഇത് കേട്ട് കേട്ട് ശീലമായതുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നും വരാറില്ല. അതൊക്കെ പോട്ടെ. ഇനി നമുക്ക് ദീപാരാധന കണ്ടാലോ? ദീപാരാധന കണ്ടിട്ട് വായോ, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാമേ. ദീപാരാധനയ്ക്ക് ശേഷം നമുക്ക് കാണിക്കയിട്ട് തൊഴാം. ഞാൻ കാണിക്കയിടാൻ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് കുറേ നേരം ഞാൻ മാറി നിന്നു. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ കറങ്ങിയൊക്കെ വന്നതിന് ശേഷമാണ് കാണിക്കയിട്ട് തൊഴുതത്. അതിനുശേഷം പറയ്ക്ക് ഭയങ്കര ക്യൂ ആയിരുന്നു. മിക്ക ആൾക്കാരും ഈ 9ാം ദിവസം വരെ നോക്കിയിരിക്കും പറയിടാൻ വേണ്ടിയിട്ട്. 9ാം ദിവസം ഭയങ്കര ക്യൂ ആയിരിക്കും എന്നറിയാമെങ്കിലും ആൾക്കാർ നേരത്തെ പറയിടത്തില്ല. എന്തായാലും അവർ ക്യൂ നിന്ന് പറയിട്ടോളൂ. നമ്മളെന്തിനാണ് മൈൻഡ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറയിട്ട ആൾക്കാരാണല്ലോ. അങ്ങനെ നമ്മൾ കുറേ നേരം അമ്പലത്തിലൊക്കെ നിന്നു. പിന്നെന്താണ്, ചേച്ചിയും ചേട്ടനും പിള്ളേരും കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇനി നമുക്ക് വെളിയിൽ പോകണം. വെളിയിൽ കുറച്ച് കാർണിവൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഗൗരി ചേച്ചിയാണ് നമ്മളോട് പറഞ്ഞത്. അവൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കാർണിവലൊക്കെ കാണാൻ പോവാം. അതിനു മുമ്പ് ഞങ്ങൾ കുറേ ജ്യൂസൊക്കെ കുടിച്ചു. എന്തോ കുറച്ച് ബജ്ജി ഐറ്റംസ് എന്തൊക്കെയോ വാങ്ങിച്ച് കഴിച്ചു. നമ്മൾ മെയിനായിട്ട് അമ്പലത്തിലെ ഉത്സവത്തിനും ഞാനൊക്കെ പോകുന്നത് ഇതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. ബജ്ജി ഐറ്റംസ് കഴിക്കാനും ജ്യൂസ് കുടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോകുന്നത്. എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ നമ്മൾ ജ്യൂസ് കുടിയും ബജ്ജി കഴിക്കലൊക്കെ ശേഷം നമ്മൾ കാർണിവലിലേക്ക് വന്നു. അപ്പം നമ്മുടെ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആദ്യം കണ്ടത് ഈ ട്രെയിനാണ്. അപ്പോൾ പിള്ളേരുടെ കൂടെ ഞാനും കയറുമെന്ന് ചേട്ടനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും പിള്ളേരും കൈലാസേട്ടനും കൂടി കയറി. ഞങ്ങൾ ലാസ്റ്റ് ടൈം ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിന് ഇതുപോലെ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്കിതൊക്കെ പൊതുവെ ഇഷ്ടമുള്ള കേസാണ്.
വലിയ വലിയ റൈഡ്സിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇങ്ങനത്തെ കുഞ്ഞു പിള്ളേരുടെ സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഈ ട്രെയിനിൽ കയറി. അപ്പോൾ അപ്പുറത്തൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ പിള്ളേർക്ക് അതിലൊക്കെ കയറണമെന്നും പറഞ്ഞ് വാശിയായിരുന്നു. അങ്ങനെ അവിടുന്ന് 2 പേരുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ഇറക്കി. വരുന്ന വഴിക്ക് 2 പേരും ഓരോ രീതിയിലുള്ള വാശികളായിരുന്നു. ഓരോ സാധനങ്ങൾ വേണം, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വാശികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരും കൊണ്ട് നമ്മൾ ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ എന്തായാലും 2 ലൈറ്റ് കത്തുന്ന ബലൂണോ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുഞ്ഞിയുടെ ലൈറ്റും ബലൂണും എല്ലാം അപ്പോഴേ പോയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം വീട്ടിൽ ചെന്നപ്പോഴത്തേനും ഇത് പാർട്സാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കുഞ്ഞു ഉത്സവ വിശേഷങ്ങൾ. ഇനി കുറച്ചുകൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാവേ. അപ്പോൾ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.